എൻ്റെ ഭർത്താവിൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നിണ്. ചോരയും ചരിയും ഒന്നായിട്ട് ഒലിച്ചു വരികയാണ് കണ്ണുകൂടെയാണ്. മെഡിക്കൽ കോളേജിലുള്ളത്. പിറ്റേന്ന് സുബൈക്ക് ഒരു മോനും കുട്ടിയാണ് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഒരു കണ്ണ് പുറത്തേക്ക് ഇങ്ങോട്ട് ബൾജ് ചെയ്തിട്ട് നെയ്യപ്പം പുറത്തേക്ക് വെച്ച നെയ്യപ്പം പൊളിച്ചാണ്ട് പുറത്ത് വെച്ച മാതിരി കണ്ണ് ഇങ്ങനെയൊക്കെ ഉണ്ട്. ചോരയും ചലും ഇങ്ങനെ കണ്ണുകൂടെ വരുന്നുണ്ട്. അസഹ്യമായ ഒരു നോട്ടം മൂത്തുക്കൊക്കെ വർത്താനം പറ്റുന്നത്. ഞാൻ മൂത്തുകൊക്കെ സലാം ചെയ്തു. പഠിച്ചവനത് പരിചയമുള്ള ആളാണല്ലോ. എൻ്റെ കിഡ്നിയും പോയി. 1.5 വിട്ട ദിവസം ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി മാസത്തിൽ പൈസ കൊടുക്കുന്നുണ്ട്. കണ്ണിൽ പ്രഷർ വന്നിട്ട് കണ്ണ് പുറത്തേക്ക് ചാടിയിട്ട് കണ്ണിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് പഴുപ്പ് ഇങ്ങനെ കാണാം. കണ്ണ് പുറത്തേക്ക് ചാടിയുള്ള ഒരു വൈരൂപ്യത അത് വേറെ. ഒരു നോട്ടം പുറത്തേക്ക് നോക്കി എന്താ ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വെച്ചു. ഡോക്ടർമാർ മറ്റേ കണ്ണ് കേടരാതൊക്കെ ഉള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ട് ഈ കണ്ണിൽ സൂചിയൊക്കെ വെക്കുന്നുണ്ട്. ഇതിങ്ങനെ വേദന സഹിക്കാൻ വയ്യ. കണ്ണിന്ന് പഴുപ്പ് വരിക, നന്നായിട്ട് ചുവന്ന കളറ്, കാഴ്ച പൂർണ്ണമായും പിന്നെ കാഴ്ച ഇല്ലാതായി. 2 കിഡ്നി പോയിട്ടുണ്ട്. 40 വയസ്സായിരുന്നു. 3 കുട്ടികളുണ്ട്. നമ്മുടെ നെഫ്രോക്കെ നമ്മൾ മാസം ചെറിയ പൈസ കൊടുക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ഒരു കണ്ണ് പുറത്തേക്ക് വന്നിട്ട് ഒരാഗ്രഹം എന്താ വെച്ചാൽ ആ വേദന ഒന്നുകൊണ്ട് കുറഞ്ഞിട്ടണം, കണ്ണൊന്ന് ഉള്ളിലേക്ക് പോയി കിട്ടണം, ആ ചോരയും ചലും വിരലൊന്ന് നിന്നിട്ടണം. കാഴ്ച പൂർണ്ണമായിട്ടും പോയി. ഈ കിഡ്നിൻ്റെ ഈ പ്രഷർ രക്തസമ്മർദ്ദം കൂടിയിട്ടാണ് കാഴ്ച പൂർണ്ണമായിട്ടും പോയി ചെയ്തപ്പോൾ അവർക്ക് കാഴ്ച കിട്ടലല്ല ഓരോ മുന്നിലുള്ള വലിയ പ്രശ്നം. ഒരു കണ്ണിൻ്റെ ഈ പുറത്തേക്കുള്ള ചാടിയതൊന്ന് ഉള്ളിലേക്ക് പോയിട്ട് അതിന് വരുന്ന ആ സംഗീതം നിന്നിട്ടിട്ട് വേദന ഒന്നും ഇല്ലാതായി കിട്ടിയിട്ട് മറ്റേ കണ്ണെങ്കിലും തടുത്ത് നിർത്താൻ പറ്റുമോ എന്നുള്ളൊരു ഭയങ്കര പരിശ്രമത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാരുള്ളത്. ഞാൻ ഇന്നലെ രാത്രിയും വിളിച്ച് ചോദിച്ചു എന്താ സ്ഥിതി. കുറച്ച് പൈസ കൊടുക്കാൻ പറ്റി പൈസ കൊടുത്തു. ഇനി പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഇഞ്ചക്ഷനോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളി, ഈ കണ്ണിന് എന്ത് ഞങ്ങൾ ചെയ്തുതരാം. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല, വേദന സഹിക്കാൻ കഴിയില്ല. തൽക്കാലം സൂചി അടിച്ചും വേദന നിൽക്കും. അങ്ങനത്തെ ഒരു വലിയൊരു സംഭവം. പക്ഷെ അന്ന് കണ്ണ് അകത്തേക്ക് നീങ്ങി കിട്ടിയാൽ മതി. പിന്നെ ആ ചോര പഴുപ്പ് നിന്നിട്ടണം, മറ്റേ കണ്ണിനൊന്നും വരാതെക്കണം. ഇനിയിപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, പഠിച്ചോനെ നമുക്കല്ല കണ്ണ് തന്നു. ഈ കണ്ണുകൊണ്ട് അള്ളാഹു തന്ന നമ്മുടെ അലം നിജുവല്ലോ അയിനൈൻ വലിസാനും വശഫത്തൈൻ എന്നൊക്കെ നമ്മളിങ്ങനെ കണ്ണ് തന്നില്ലേ എന്ന് പഠിച്ചോൻ ചോദിച്ചിട്ട് ആ കണ്ണുകൊണ്ട് കാണാൻ ആരെ കാണണം? അവിടെ അനാഥനെ കാണണം, അവിടെ വിധവനെ കാണണം, അവിടെ രോഗികളെ കാണണം, അവിടെ വീടില്ലാത്തവനെ കാണണം, അവിടെ പട്ടിണിപ്പായറുള്ള ആളുകളെ കാണണം. അത് കാണാൻ ഈ കണ്ണുകൊണ്ട് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അള്ള ചോദിക്കുകയാണ്. നമ്മൾ ഈ കണ്ണുകൊണ്ട് നമ്മളെ കാര്യം മാത്രമേ കണ്ടുള്ളൂ, അതല്ല നമ്മൾ വേണ്ടാത്ത നമ്മൾ നോക്കില്ല എന്ന് വിചാരിക്കുക. വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിക്കാം നമ്മൾ. പക്ഷേ ഈ കണ്ടുകൊണ്ട് ഒരു ദിവസം ഖുർആൻ ഓതാത്ത ആളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം. ഞാൻ അത് പറയാൻ യോഗ്യനല്ല, പലരും നന്നായിട്ട് നോക്കുന്ന ആൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഖുർആൻ ഓതാത്തൊരു ദിവസം നമ്മളെടുത്ത് നിന്ന് കടന്നു പോകരുത്. ആ കുട്ടികളാകട്ടെ വലിയവരാകട്ടെ ആരാകട്ടെ. പിന്നെ ഈ കണ്ടുകൊണ്ട് നമ്മൾ കാണണം. ആരെ കാണണം? കണ്ണാണാത്തവരെ കാണണം, കാത് കേൾക്കാത്തവരെ കാണണം, ബുദ്ധിയില്ലാത്തവരെ കാണണം, സംസാരിക്കാൻ കഴിയില്ലാത്തവരെ കാണണം, ശ്വാസം വലിക്കാൻ കഴിയില്ലാത്തവനെ കാണണം, ഒന്ന് നടക്കാൻ കൽപ്പില്ലാത്തവനെ കാണണം, ഒന്ന് മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാത്ത ആളുകളെ കാണണം, തലക്ക് സുഖമില്ലാത്തവനെ കാണണം, കിഡ്നി ഇല്ലാത്തവനെ കാണണം. പച്ചക്കറുള്ള ഏതൊരു മനുഷ്യൻ്റെയും വേദന കാണാൻ ഈ കണ്ണ് ഉപകാരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മളെക്കാട്ടി നഷ്ടക്കാരെത്ര വേറെ ഉണ്ടാകുക. ഞാൻ തന്നെ ഉണ്ടായൊരു സംഭവം, അതിൻ്റെ തലേദിവസം ഉണ്ടായൊരു സംഭവം. 2 കിഡ്നിയും പോയൊരു സഹോദരനാണ്. ഇതാണ് എൻ്റെ കൈ കണ്ടോന്ന്. ആ കയ്യിലുള്ള ഡയാലിസിസ് ചെയ്യുമ്പോൾ ഫിസ്റ്റുല പൊന്തിട്ട് നേരത്തെ പറഞ്ഞൊരു നെയ്യപ്പത്തിനോട് ഒരു ചെറിയൊരു ഒരു പൊളിച്ച തേങ്ങൻ്റെ അത്ര വലുപ്പത്തിൽ ഇവിടെ ഈ ഞരമ്പൊക്കെ പോലെ ബൾജ് ചെയ്ത് ഇത് പൊട്ടുമോ? ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ കൈയിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുമോ? പിന്നെ എന്ത് സംഭവം? ഇതിലിഞ്ഞ് ഡയാലിസിസ് കുത്താൻ പറ്റില്ല. പോവാണ് ആസ്പത്രിക്ക്. ആയിക്കോട്ടെ ബൊയ്ക്കൊള്ളിയല്ല അതിനെ പറഞ്ഞു കൊടുത്തു. ചെന്ന ഉടനെ പറഞ്ഞാൽ ഇവിടെ പോട്ടാക്കണം, ഇവിടെ ഈ കത്തിയിട്ടിടണം. ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ കൂടിക്കോളാന്ന് സംഗതിയൊക്കെ ചെയ്ത് പൈസ പോലും ഉണ്ടാക്കി, കുറച്ച് നമ്മളുണ്ടാക്കി. 49,000 റുപ്യയായി 2 ദിവസം. ഇവിടെ ഈ സാധനം വെക്കാൻ 15,000 റുപ്യ ചിലവ്. ഈ സാധനം ഒഴിവാക്കാൻ വേണ്ടി മാത്രം 20,000 പുറത്ത് ചിലവ്. ഒഴിവാക്കി കിട്ടിയാൽ മാത്രമല്ല അവിടെയുള്ള ആ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് സാധനം ഒഴിവാക്കുന്നതോടൊപ്പം ഈ കയ്യിൻ്റെ ഇത് നഷ്ടപ്പെടുമെന്ന് ഡോക്ടർ ഭയപ്പെട്ടു. ഈ കയ്യിൻ്റെ സ്വാധീനം പോകാൻ സാധ്യത ഉണ്ട്, അത് കൂടുതൽ പേടിച്ചു. പക്ഷേ ഏതായാലും കയ്യിൻ്റെ സ്വാധീനം ഇന്നലെ വരെ പോയിട്ടില്ല. പിന്നെ കാണുന്നത് ഇവിടെ കഴിച്ചിട്ട് ഇവിടെയാണ് പിറ്റിയത്. ഒക്കെപ്പാടെ കൂടി 49,000 റുപ്യൻ്റെ ബില്ലും വാങ്ങി തിരിച്ചു വന്നു. നമ്മളെ കൈ ഇപ്പോഴും നന്നായിട്ടുണ്ട്. പിന്നെ കണ്ടിന് വേറൊരു ഫോണ് ചെന്നൊക്കെ കണ്ടെന്താ വെച്ചാൽ കാലിന് ഫോൺ വിളിച്ച് 2 മുറി, കാലിന് 2 മുറിയുണ്ട്. ചിന്നാമ്പരൽ 2 കാലിൻ്റെ ഓരോ ചിന്നാമ്പരൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കുറേ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കണ്ടേന്.
അപ്പോൾ അയാൾ വെളിൻ്റെ ഊക്കൊണ്ട് പോയി. നല്ല ചെറുപ്പക്കാരൻ, ഒരു 40-41 വയസ്സ്, നല്ല ആരോഗ്യവാൻ കണ്ട് 2 കാലുമ്പോൾ 2 കെട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച് വൈക്കൽ വന്ന് നിൽക്കണ്ടേ, ഞങ്ങൾ ഡോക്ടറെ കണ്ട് സൂചി വെച്ച് ഇവിടെ മറ്റേ സാധനമൊക്കെ വെച്ചുകൊണ്ട് പോവാം. ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന രംഗം വെച്ചാൽ ചെന്ന് ഇരുന്ന് ഇവിടെയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് നിങ്ങൾക്ക് കാണണോ, ചെരുപ്പ് മാറ്റിച്ച് കാല് കാണണോ വെച്ച്. കണ്ടത് ഓർമ്മയുണ്ട് സഹോദരന്മാരെ, ഇറച്ചി തോല് കീച്ച മാതിരി. അതായത് പഴുപ്പും ചലും ചോരയിട്ട് ഒരു കാലിൻ്റെ അടിഭാഗം ഒന്നുമില്ലാതെ ഒരു വല്ലാത്തൊരു കോലം. കണ്ട് നോക്കിയെന്ന് മാത്രം. അസുഖം വന്ന പോലെ ഗൾഫിൽ തിരിച്ചു വന്നു. ഗൾഫിൽ ഏർപ്പാട് കൂട്ടി. നാട്ടിൽ വന്നു. നാട്ടിൽ 3 പ്രാവശ്യം 2 കാല് വിരൽ മുറിക്കലും മറ്റേ കാല് ആ കാലിൻ്റെ അടിഭാഗം ഡ്രസ്സ് ചെയ്യലൊക്കെ. ഇനിയിപ്പോൾ മറ്റേ കാലിൻ്റെ സർക്കുലേഷനൊക്കെ പോയി ആ വിരൽ എടുക്കണോ എടുക്കേണ്ടതെന്നുള്ളിടത്താണ് നിവൃത്തിയില്ലാതെ നിൽക്കണം. മറ്റേ വിരലിപ്പോൾ എടുക്കണം, അതിന് ഇന്ന് ആശുപത്രിയിൽ പോകണം, ഒരു നിവൃത്തിയില്ലാതെയാണ്. വേറെ 10,000 ഉറുപ്പിക കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ എവിടെ പോയാലും വേണ്ടിയില്ല, എന്ത് ചെയ്താലും വേണ്ടി, ഏത് ആശുപത്രിയും പോയിക്കോളി, ഈ പൈസ ചികിത്സക്ക് എടുത്തോളി വേണ്ടിയില്ല. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് വരിക, കടലാസിട്ട് നമ്മുടെ ഡോക്ടർ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തുതരാം. പേരൻ്റെ അടുക്കള മുഴുവൻ പൊളിഞ്ഞാടി തുടങ്ങി. ഒരുപാട് ഒരു ഗോഡോളം ചെന്ന പോലെ ചാക്ക് നോക്കിയപ്പോൾ അത് അടക്കയാണ്. അപ്പോൾ ഏതോ സ്ഥലത്ത് നിന്ന് അടക്ക കൊണ്ടിട്ട് കൊടുക്കുക. വരെ ഈ പ്രത്യേകം രോഗം പരിഗണിച്ചിട്ട് ഇമ്മയും പെണ്ണുങ്ങളും അടക്ക പൊളിച്ചിട്ടാണ് 10 ഉറുപ്പിക കിട്ടുക നോക്കുന്നത്. നല്ല പൊസിഷനിൽ ജീവിച്ച 41 വയസ്സുള്ള ചെറുപ്പക്കാരൻ. വേറൊരു അഡ്രസ്സ് ഇവിടെ നമ്മളിവിടെ എഴുതി വെച്ച് പോയി നോക്കിയത് ഒരു 45 വയസ്സായ ചെറുപ്പക്കാരൻ. മൂപ്പർക്ക് ഗൾഫിൽ നിന്ന് 2 കൊല്ലം ഗൾഫിൽ പണിയെടുത്ത് 2ാമത്തെ കൊല്ലം പൂർത്തിയാക്കിയിട്ട് പോരാൻ നിൽക്കുകയാണ്. 28ാമത്തെ ദിവസം ശമ്പളം കിട്ടൽ 30-ാം തീയതി ആയിരുന്നുകൊണ്ട് ആ ശമ്പളം കിട്ടിയ തലേ ദിവസം ആക്സിഡൻ്റായിട്ട് ബോധമില്ലായി തലക്ക് ബയാജർ ഓപ്പറേഷൻ കഴിഞ്ഞ് അവസാനം സംസാരശേഷിയും കാലിൻ്റെ സ്വാധീനം പോയി. കുറേ കാലത്തെ ഫിസിയോതെറാപ്പിയും ചികിത്സയും അതുമൊക്കെ നടത്തി. ഇപ്പോൾ സംസാരം ഏറെക്കുറെ ക്ലിയറാണ്, നടത്തം ക്ലിയറാണ്. നാട്ടിൽ വന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു കൈകൊണ്ട് എന്തെങ്കിലും ഒരു ഫിസിയോതെറാപ്പി ചെയ്തിട്ട് എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്താണ്ട് 10 ഉറുപ്പിക കിട്ടുമോ നോക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പഠിച്ച് 10 ഉറുപ്പിക കിട്ടുമല്ലോ. നമ്മൾ വിചാരിച്ച് ഇതാണ് പ്രശ്നം. പക്ഷേ വരനുള്ളിൽ കയറിയൊക്കെ 16 വയസ്സൊരു ആൺകുട്ടി, തീരെ ബുദ്ധിയില്ല. എന്താ പറയേണ്ടത് ആ കുട്ടിക്കാരില്ല. ഒരു കട്ടിൽ കിടന്നിട്ട് നല്ല ആരോഗ്യമുള്ളൊരു കുട്ടി കിടന്നിട്ട് ഇങ്ങനെ തിരിയാണ്. എന്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു ശബ്ദം മാത്രം ഓൾക്ക് കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്. തീരെ ബുദ്ധിയില്ലാത്തൊരു കുട്ടി, 16 വയസ്സ്, നല്ല ആഴം തൊട്ടുള്ളൊരു കുട്ടി. അതിൻ്റെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ ഈ വാപ്പാക്ക് ഒറ്റ കഴിയില്ല, അമ്മക്ക് ഒറ്റ കഴിയില്ല. 2 ആളും കൂടിയ കഴിയും. സുഖമില്ലാത്ത വാപ്പയും സുഖമുള്ള അമ്മയും കൂടിയിട്ട് വേണം ഈ കുട്ടിൻ്റെ എല്ലാ കാര്യം, പ്രാഥമിക ആവശ്യം എല്ലാ കാര്യം നിർവഹിച്ചു കൊടുക്കാൻ. ഈ പെണ്ണിനെ സംബന്ധിച്ചുള്ള വേദനകളായി നമ്മളൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. അതൊക്കെ ആ പെണ്ണ് അനുഭവിക്കുന്ന വേദന ഈ ഭർത്താവിനെ പരിചരിക്കണം. അതോടൊപ്പം ഈ കുട്ടിൻ്റെ കാര്യം മുന്നിൽ പോകണം. മറ്റൊരു അഡ്രസ്സ് പോയത് ഒരു 3 വയസ്സൊരു കുട്ടി ഉണ്ട്. ആ കുട്ടീനെ സത്തർബായും ജംഷീദ് മാഷും ഇങ്ങനെ കൽപ്പിച്ച് പിടിച്ചിങ്ങനെ രോഗിയായി. ആദ്യം ഒന്ന് മടിച്ചിരുന്നു. പിന്നെ രോഗിയായപ്പോൾ ഒരാളെ മടിക്കാണ്ട് കയറി കുത്തിരുന്നത്. അപ്പോൾ തന്നെ ഇറങ്ങി മണ്ടി പിടുത്തത്തിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് വിചാരിച്ച് നേരെ പോയിട്ട് കട്ടിൻ്റെ ചോട്ടിൽ ഒളിപ്പിച്ച ചെരുപ്പുണ്ട്. ആ ചെരുപ്പ് നല്ല ചെരുപ്പ്, അത് ഇട്ടാണ്ട് ഒരു കണ്ടൊക്കെ കാണിച്ചു കൊടുക്കണം. അത് നെട്ടിപ്പോയി. ഓല് ചെരുപ്പൊന്നും ചോദിച്ചിട്ടില്ല. ഓരോരോ മടി കുത്തിരിപ്പിച്ച് 2 ആളും കൂടി ഇങ്ങനെ കുശലാന്വേഷണം നടത്തിയ കുട്ടീനായിട്ട്. ഈ കുട്ടി കൊതറി ചാടിപ്പോയപ്പോൾ ഞാൻ ഇവരെ പുടുത്തറ്റ പയച്ചോ വിചാരിച്ച് ഭയം പോയി കണ്ട് ആ ചെരുപ്പ് വന്നിട്ട് കാരണം ആ ചെരുപ്പ് ഇടുന്ന അങ്ങനെ ഒരാൾ ചെരുപ്പിട്ട് കൊടുത്ത്. ഞാൻ ചോദിച്ചു അവരോട് എന്താ വർത്താനം. ആ ചോദിച്ചത് ഒരു മൗനം മാത്രം, മൗനം തന്നെ. കുറേ നേരം പിന്നെയും ചോദിച്ചു. അപ്പോൾ 8 മാസമായിട്ട് ഭർത്താവ് ആക്സിഡൻ്റായിട്ട് മരിച്ചിട്ട് ആ ഷോക്കിൽ നിന്ന് അത് മാറിയിട്ടില്ല. അവിടെ ചെന്ന് 2ാമത് താത്താനോട് ചോദിച്ചു. താത്ത പറഞ്ഞു, ഞാൻ ചോദിച്ചു താത്താനോട്, പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ചിലവ് കഴിഞ്ഞു പോകണം, നിങ്ങളെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ ഈ ഒരവസ്ഥയിൽ? അപ്പം ഇല്ലായിരുന്നു. പിന്നെ പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞ ആ പെണ്ണാണ് കാര്യമാണ്. കരച്ചിൽ പുറത്തേക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ബാക്കി നമ്മൾ പൂരിപ്പിക്കണമല്ലോ. 8 മാസമായിട്ട് ആക്സിഡൻറ്റിൽ മരിച്ച ഒരു കുടുംബത്തിൽ 4 മക്കളുണ്ടായിട്ട് എങ്ങനെ ജീവിച്ചു പോകണമെന്ന് വെച്ചപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറച്ചിൽ മുഴുവനാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ അമ്മ, അതായത് മരിച്ച ആളമ്മ അവിടെ ഉണ്ട്. ആ ഇമ്മ വന്ന് കുറേ നിയന്ത്രണം വിട്ട് കാര്യമുണ്ട്. കുട്ടിക്ക് വേണ്ടെങ്കിൽ ദ്വാരക്കേണ്ടിട്ടുണ്ട്. കുട്ടി ഇങ്ങനെയൊക്കെ നോക്കി. ആ മനുഷ്യൻ നോക്കിയ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്, കുറേ നോക്കിയ കാര്യങ്ങൾ. അതായത് മോളുള്ള കാലത്ത് ആ കുടുംബം നോക്കിയ മദ്രസക്ക് കുട്ടികളെ മോട്ടോർ സൈക്കിൾ കൊണ്ടുപോകുന്ന രംഗങ്ങളും മോട്ടോർ സൈക്കിൾ ആക്സിഡൻ്റാണ് ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു. ആയിക്കോട്ടെ, ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്ത് തരാൻ പക്ഷേ നിങ്ങളെ നമ്മൾ നോക്കാം, നമ്മളെ കൊണ്ട് കഴിയണവർ നമ്മളെന്താ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ പോരുമ്പോൾ ആരോട് ചോദിച്ചു, അല്ലെങ്കിൽ എത്ര അടുപ്പത്തെ സ്ഥിതിന്ന്. അപ്പോൾ പറഞ്ഞാൽ അവിടുത്തെ അവസ്ഥ പറയാക്കാമല്ലോ. അന്ന് ഉച്ചക്ക് അവിടെ ചോറ് വെച്ചിട്ടുണ്ടോ അല്ലേ എനിക്കറിയില്ല. കുട്ടി പറഞ്ഞ് കുമ്പളങ്ങ ചാറും ചോറുണ്ടേനി പറഞ്ഞേ. ഇവിടെ ഞാൻ ചോദിച്ചാൽ അവിടെ എന്തെങ്കിലും ഉണ്ട്, അടുപ്പത്തെ സ്ഥിതി എന്താണ്, അവിടെ ഒന്നവരെല്ലാവരും ചോറ് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഓള് സങ്കടമായി. അപ്പോൾ ചിലപ്പോൾ ഉള്ള കുട്ടിയെ കൊടുത്തിട്ടുണ്ടാവേ. അവിടെ ചോറ് അടുക്കളയിൽ നിന്ന് ചോറ് വെച്ചൊരു പെരാറ്റല്ലാന്ന്. പക്ഷേ അന്ന്
അവിടെ അടുക്കളയിൽ പുക പൊന്തിയിട്ടുണ്ടോ ഇല്ലെന്ന് സംശയമാണെന്നാണ് അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് എൻ്റെ പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് പറഞ്ഞ വർത്താനം. ഇവിടെ നമ്മൾ അയൽവാസി പട്ടി നടക്കുമ്പോൾ പള്ളർച്ച തിന്നിടോൻ നമ്മൾ പെട്ടവനല്ല എന്നുള്ള ഹദീസ് അത് ജീവൻ വെച്ചിട്ടുണ്ടോ നമ്മൾ നോക്കണം. നമ്മളത് കണ്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ എന്താവും, നേരത്തെ പറഞ്ഞ ആ കണ്ണുണ്ടോ അലൻ ജുവല്ലോ അതിനെ കണ്ണ് തന്നില്ലെന്ന്. കഴിഞ്ഞ ആഴ്ച 21 കൊല്ലമായിട്ട് നട്ടിൽ പൊട്ടി കിടക്കുന്ന സഹോദരനെ കുറച്ച് കൂടുതൽ സംസാരിച്ചു. പക്ഷെ ആ സഹോദരൻ പറഞ്ഞ വേദന നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നതുകൊണ്ട് പറയണം. ഞാനങ്ങ് ജമാഅത്തായി നിസ്കരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 21 കൊല്ലം മുമ്പ് ഞാൻ 10:30 മണിക്ക് പള്ളിയിലെത്തുമായിരുന്നു. 21 കൊല്ലമായി നട്ടിൽ പൊട്ടിയിട്ട് 10:30 മണിക്ക് ഞാൻ പള്ളിയിലെത്തും. നേരത്തെ പള്ളിയിൽ പോയിരുന്ന് ഇത്തികാഫിൻ്റെ നീയത്ത് ചടിയിരിക്കും. പക്ഷെ ഞാൻ പള്ളിയിൽ കയറുമ്പോൾ സലാം പറയാൻ ആരും ഉണ്ടാവില്ല. ഞാൻ പള്ളിക്കൊക്കെ ഒരു സലാം അങ്ങോട്ട് പറയും. ആ സലാം പറഞ്ഞ് ഞാൻ ഖുർആൻ ഓതി പള്ളിയിലിരിക്കുന്ന ഒരു കാലം എൻ്റെ കഴിഞ്ഞു പോയി. പഠിച്ചോനെ എനിക്ക് ഇനി അങ്ങനെ ഒരു കാലം വരാനില്ലല്ലോ. എത്ര നല്ല ഒരു സംസാരമായിട്ട് എനിക്ക് തോന്നി. കാരണം 21 കൊല്ലം മുമ്പ് നല്ല ചെറുപ്രായത്തിലുള്ള കുട്ടികളെ പ്രായത്തിൽ 10:30 മണിക്ക് പള്ളിയിൽ കയറിയിട്ട് ആ ഒട്ടകത്തിൻ്റെ അടുത്ത കൂലി കിട്ടാൻ വേണ്ടിയിട്ട് പള്ളിയിൽ ചെന്നിട്ട് പള്ളിയിൽ ആരുമില്ലാതെ പള്ളിൻ്റെ ഉള്ളിൽ ഒരു സലാം ചൊല്ലി പള്ളിയിലിരുന്ന കാലം ഞാൻ ഓർത്തു പോകുന്ന മനുഷ്യൻ കരയാണ്. നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് തന്ന സമ്പത്തും നമുക്ക് സൗകര്യമല്ലേ പള്ളിയിൽ 1 മണിക്കൂർ മുമ്പ് 1/2 മണിക്കൂർ പോകാൻ നമുക്ക് തടസ്സം നിൽക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അഡ്രസ്സ് ഒരു കുടുംബനാഥന് പൈൽസാണ് വിചാരിച്ച് ബ്ലീഡിങ് തുടങ്ങിയപ്പോൾ, പക്ഷേ പൈൽസല്ല, അവിടെ വലിയ അസുഖമായിരുന്നു. ചെന്നപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞു 30 എണ്ണം, പിന്നെ കീമോ കഴിഞ്ഞു, ആ ഭാഗം ബ്ലോക്ക് ചെയ്ത് ഇതിൽ കൂടെ സാധനം വരൽ തുടങ്ങി. പക്ഷേ ഡിസ്പോസിബിൾ അല്ലാത്ത ഒരു സംഗതിയാണ് മുപ്പർക്ക് ഇഷ്ടം. ഡിസ്പോസിബിളിന് ഇന്ന തററൊക്കെ ഉണ്ടായിരുന്നു. 900 റുപ്യൻ്റെ ഒരു ബാഗിന് വില. 2 വാങ്ങിക്കണം. ഒന്നിൽ ആവശ്യം നിറഞ്ഞു കഴിഞ്ഞാൽ എടുത്തങ്ങോട്ട് വെക്കുകയാണ്, എന്നിട്ട് അത് കഴുകാണ് കൊണ്ടുപോയിട്ടുണ്ട്, എന്നിട്ട് വേറെ ഒന്നുകൂടെ വെക്കും. എന്നിട്ട് ഒരു 1.5 മാസം 1 മാസമൊക്കെ ഈ സാധനം കിട്ടും. 1,800 റുപ്യ ഒരു മാസത്തിന് വേണം. അതായത് സാധാരണത്തിലായിട്ട് അത് കൊണ്ടുപോയി കഴുകി കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്യാണ്, അത് ഇതാക്കിയാണ്ട്. അതോടൊപ്പം ഇപ്പോൾ കീമോ തുടങ്ങി. 2 പെൺകുട്ടികളെ കെട്ടിച്ച് 2 വീട്ടിലായി. വേറൊരു പെൺകുട്ടിയെ കെട്ടിച്ച് അത് വീട്ടിൽ വന്നു കൊണ്ടിട്ട് പോയി. ആപ്പിള 18 വയസ്സൊരു ആൺകുട്ടീനും അവന് ബുദ്ധി നേർക്ക് വർക്ക് ചെയ്യുന്നില്ല. ഒരു 5-ന് രാവിലെ പരന്നിറങ്ങി പോവും, മാനസിക രോഗമാണ്, രാത്രി കയറി വരും. പെണ്ണുങ്ങളും കുട്ടികളൊന്നുമില്ല, വീട്ടിന് മുകളിൽ കിടന്നിറങ്ങും. ഈ പരയിലെ 3 പെൺകുട്ടികൾ ഇമ്മക്കും ആകെ പണി കുറച്ച് ഇരിക്കാൻ കിട്ടും, അത് തോലിയറിഞ്ഞാണ്ട് കുട്ടിയെ നോക്കുകയാണ്. മൂപ്പർക്ക് കീമോ 2-3 റേഡിയേഷൻ ഫുള്ള് കഴിഞ്ഞ് ജീവിതം വല്ലാതെ പ്രതിസന്ധിയിൽ.